ഗുഡ് ഈവനിങ് എവരിവൺ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് പാത്തോളജിയുടെ ക്ലാസ്സാണ്. അതിൽ ടീ, കോഫി, ജിഞ്ചർ ആൻഡ് കാർഡമം എന്നിവയുടെ ഡിസീസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യത്തെ സ്ലൈഡിലേക്ക് പോവാം. ഫസ്റ്റ് ടീ ആണ്. ടീയുടെ ഡിസീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്ലിസ്റ്റർ ബ്ലൈറ്റ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് എക്സോബെസീഡിയം വെക്സാൻസ്. ബ്ലിസ്റ്റർ ബ്ലൈറ്റ് എന്ന ഡിസീസ് ടീയിലുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സോബെസീഡിയം വെക്സാൻസ് എന്ന ഫംഗസ് മൂലമാണ് ബ്ലിസ്റ്റർ ബ്ലൈറ്റ് ടീയിലുണ്ടാവുന്നത്. സിംറ്റംസ് നോക്കാം. പിൻ ഹോൾ സൈസ് സ്പോട്ട്സ് ആൻഡ് സ്പോട്ട്സ് ബിക്കം ട്രാൻസ്പെറൻറ്റ്. പിൻ ഹോൾ സൈസ് സ്പോട്ട്സ് ഉണ്ടാകുന്നു. ഈ സ്പോട്ട്സ് പിന്നീട് ട്രാൻസ്പെറൻ്റ് ആവുന്നു. അണ്ടർ സർഫസ് ഓഫ് ലീവ്സിൽ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാകുന്നു. ഇലയുടെ താഴത്തെ ഭാഗത്ത് ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാകുന്നു. അത് വൈറ്റ്, വെൽവെറ്റ് അല്ലെങ്കിൽ ബ്രൗൺ കളറായിരിക്കും. യങ് സ്റ്റെംസ് ബെൻഡ് ആൻഡ് ഡിസ്റ്റോർട്ടഡ്. യങ് സ്റ്റെംസ് ബെൻഡ് ആകുന്നു, അതുകൊണ്ട് ഡിസ്റ്റോർട്ടഡ് ആകുന്നു. ഏറ്റവും അവസാനം പ്ലാന്റ് തന്നെ നശിച്ചു പോകുന്നു. അതാണ് ബ്ലിസ്റ്റർ ബ്ലൈറ്റ്. ഇത് ടീയിലുണ്ടാവുന്നത് ഫംഗസ് മൂലമാണ്. എക്സോബെസീഡിയം വെക്സാൻസ് എന്ന ഫംഗസ് മൂലമാണ്. പിൻഹോൾ സൈസ് സ്പോട്ട്സ് ഇതാണ് അതിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. പിന്നെ ഇലകളുടെ താഴെ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാകുന്നു, വൈറ്റ്, വെൽവെറ്റി, ബ്രൗൺ കളറും. അതുകൊണ്ട് തന്നെ യങ് സ്റ്റെംസ് ബെൻഡും നശിച്ചും പോകുന്നു, പ്ലാന്റ് തന്നെ നശിച്ചു പോകുന്നു. അടുത്തതാണ് കെമീലിയ ഫ്ലവർ ബ്ലൈറ്റ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് സിബോറിന കെമീലിയ. കെമീലിയ ഫ്ലവർ ബ്ലൈറ്റ് ടീയിലുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. സിബോറിന കെമീലിയ എന്ന ഫംഗസ് മൂലമാണ്. സ്മോൾ ബ്രൗൺ ഇറഗുലർ ഷേപ്ഡ് സ്പോട്ട്സ് ഓൺ ഫ്ലവർ പെറ്റൽസ്. ഫ്ലവർ പെറ്റൽസിൽ സ്മോൾ ബ്രൗൺ ഇറഗുലർ ഷേപ്ഡ് സ്പോട്ട്സ് കാണപ്പെടുന്നു. ഹോൾ ഫ്ലവർ ടേൺസ് ബ്രൗൺ ആൻഡ് ഫോൾ ഓഫ്. മൊത്തം പൂക്കളും ബ്രൗൺ കളറാകുന്നു, അതിനുശേഷം പൊഴിഞ്ഞു പോകുന്നു. അതാണ് കെമീലിയ ഫ്ലവർ ബ്ലൈറ്റ്. ഇതുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്, സിബോറിന കെമീലിയ. അടുത്തത് ഹോഴ്സ് ഹെയർ ബ്ലൈറ്റ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് മരാസ്മിയസ് ക്രീനീസ്. ഹോഴ്സ് ഹെയർ ബ്ലൈറ്റ് എന്ന അസുഖം ടീയിൽ വരുന്നത് ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരാസ്മിയസ് ക്രീനീസ് എന്ന ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഇതിൻ്റെ മെയിൻ സിംറ്റം ബ്ലാക്ക് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ഹോഴ്സിൻ്റെ ഹെയർ പോലെ അത് ഇരിക്കും. ഇറ്റ് അറ്റാച്ചസ് ടു അപ്പർ ബ്രാഞ്ചസ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ അപ്പർ ബ്രാഞ്ചസിലാണിത് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ ഇലകൾ മൊത്തം പൊഴിഞ്ഞു പോകുന്നു ഈ പ്ലാന്റിൽ നിന്നും. അപ്പോൾ ഹോഴ്സ് ഹെയർ ബ്ലൈറ്റ് ടീയിലുണ്ടാകാനുള്ള കാരണം ഫംഗസ് ആണ്. ഏത് ഫംഗസാണ്? മരാസ്മിയസ് ക്രീനീസ് ആണ്. ഇമ്പോർട്ടൻറ്റ് സിംറ്റം ബ്ലാക്ക് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, അതായത് ഹോഴ്സ് ഹെയർ പോലെ ഇരിക്കും. ഇലകളെല്ലാം പൊഴിഞ്ഞു പോകുന്നു. അടുത്തതാണ് പൊരിയ റൂട്ട് ഡിസീസ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ പൊരിയ ഹൈപ്പോലാറ്ററൈറ്റിയ. അപ്പം പൊരിയ റൂട്ട് ഡിസീസ് ഉണ്ടാകുന്നത് പൊരിയ ഹൈപ്പോലാറ്ററൈറ്റിയ മൂലമാണ്. ഇതിൻ്റെ വേറൊരു പേരാണ് റെഡ് റൂട്ട് ഡിസീസ് എന്നും ഇതിന് വേറൊരു പേരുണ്ട്. യെല്ലോ ഫോളിയേജ് ആൻഡ് സഡൻ വിൽട്ടിംഗ്. ഇലകളെല്ലാം മഞ്ഞ കളറാകുന്നു, പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്നു. വൈറ്റിഷ് മൈസീലിയൽ ഗ്രോത്ത് ആൻഡ് റെഡിഷ് ഡിസ്കളറേഷൻ ഓഫ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിൽ വൈറ്റിഷ് മൈസീലിയൽ ഗ്രോത്തും ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ റെഡിഷ് ഡിസ്കളറേഷനും ഉണ്ടാകുന്നു. അതിനുശേഷം പ്ലാന്റ് തന്നെ നശിച്ചു പോകുന്നു. അതാണ് പൊരിയ റൂട്ട് ഡിസീസ് ടീയിൽ കാണപ്പെടുന്നത്. ഇനി ബാക്കിയുള്ള ഡിസീസസാണ് കെമീലിയ ഡൈബാക്ക്. ഇതുണ്ടാകുന്നത് ഫംഗസ് ഗ്ലോമറല്ല സിംഗുലേറ്റ മൂലമാണ്. അടുത്ത റൂട്ട് റൊട്ട്. ഇതുണ്ടാകുന്നത് ഊമൈസൈറ്റ് ഫൈറ്റോഫ്തോറ സിന്നമോമി കൊണ്ടാണ്. അടുത്തത് ബഡ് ബ്ലൈറ്റ്. ഇതുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. ഫംഗസ് ഫോമ തേക്കോള കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. അടുത്തത് റെഡ് റസ്റ്റ് ഡിസീസ് ടീയിലുണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. സെഫാലൂരസ് മൈക്കോയിഡേ. അടുത്ത ട്വിഗ് ഡൈബാക്ക് ഉണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. മാക്രോഫോമ തൈക്കോല. ബ്രൗൺ ബ്ലൈറ്റ് കൊലോട്ടോട്രൈക്കം എന്ന ഫംഗസ് മൂലമാണ്. ബ്ലാക്ക് റൂട്ട് റോട്ട് റോസലീന അർക്വേട്ട എന്ന ഫംഗസ് മൂലമാണ്. ഏറ്റവും അവസാനത്തത് ക്രൗൺ ഗാൾ ടീയിലുണ്ടാവുന്നത് അഗ്രോ ബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്നുള്ള ബാക്ടീരിയ മൂലമാണ്. ഇതൊക്കെയാണ് ബാക്കിയുള്ള ഡിസീസും അതിൻ്റെ കോസേറ്റീവ് ഓർഗാനിസമും. അടുത്ത ഇൻസെക്ട് പെസ്റ്റാണ് ടീയുടെ. അഫിഡ്സ്, അതുപോലെ തന്നെ ടീ സ്കെയിൽ ഫ്ലോറിനിയ തീയെ, സ്പൈഡർ മൈറ്റ്സ്, ത്രിപ്സ്, ടീ മൊസ്കിറ്റോ ബഗ് ആൻഡ് കാറ്റർപില്ലേഴ്സ്. ഇത്രയാണ് ടീയുടെ ഇൻസെക്ട് പെസ്റ്റ്. അടുത്തത് വരുന്നത് കോഫിയാണ്. കോഫിയുടെ ഡിസീസ് നോക്കാം നമുക്ക്. കോഫി ബെറി ഡിസീസ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് കൊലോട്ടോട്രൈക്കം കഹാവേ. അപ്പോൾ കോഫി ബെറി ഡിസീസ് ഉണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊലോട്ടോട്രൈക്കം കഹാവേ എന്ന ഫംഗസ് മൂലമാണ് ഇത്
കോഫിയിൽ ഉണ്ടാകുന്നത്. ഇനി മെയിൻ സിംറ്റം എന്ന് പറഞ്ഞാൽ ഡാർക്ക് സങ്കൻ ലെഷൻസ് ഓൺ ഗ്രീൻ ബെറീസ്. ഗ്രീൻ ബെറീസിൽ ഡാർക്ക് സങ്കൻ ലെഷൻസ് കാണപ്പെടുന്നു. ഈ ബെറീസ് അതിനുശേഷം പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു പ്ലാന്റിൽ നിന്നും. അതാണ് കോഫി ബെറി ഡിസീസ് എന്ന് പറയുന്നത്. അടുത്തത് കോഫി ലീഫ് റസ്റ്റ് ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് ഹെമീലിയ വാസ്റ്റാട്രിക്സ്. കോഫി ലീഫ് റസ്റ്റ് ഡിസീസ് ഉണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെമീലിയ വാസ്റ്റാട്രിക്സ്. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ സ്മോൾ പെയിൽ യെല്ലോ സ്പോട്ട്സ് ഓൺ അപ്പർ ലീഫ് സർഫസ്. അപ്പർ ലീഫ് സർഫസിൽ സ്മോൾ പെയിൽ യെല്ലോ സ്പോട്ട്സ് ഉണ്ടാകുന്നു. ഇനി അണ്ടർ സർഫസിൽ പൗഡറി ഓറഞ്ച് യെല്ലോ ലെഷൻസും ഉണ്ടാകുന്നു. മുകൾ ഭാഗത്ത് പെയിൽ യെല്ലോ കളറും താഴെ ഭാഗത്ത് ഓറഞ്ച് യെല്ലോ ലെഷൻസുമാണ് ഉണ്ടാകുന്നത്. ട്വിക്സ് ആൻഡ് ബ്രാഞ്ചസ് ബിക്കം ഡിഫോളിയേറ്റഡ്. ട്വിക്സും ബ്രാഞ്ചസും എല്ലാം ഡിഫോളിയേഷൻ നടക്കുന്നു. ഇതാണ് കോഫി ലീഫ് റസ്റ്റ്. ഇതുണ്ടാകുന്നത് എന്തുമൂലമാണ്? ഫംഗസ് മൂലമാണ് കോഫിയിൽ ഉണ്ടാകുന്നത്. ഏത് ഫംഗസാണ്? ഹെമീലിയ വാസ്റ്റാട്രിക്സ്. അടുത്തത് ബ്രൗൺ ഐ സ്പോട്ട് അല്ലെങ്കിൽ സെർക്കോസ്പോറ ലീഫ് സ്പോട്ട്. ഇത് കോഫിയിലുണ്ടാവുന്നത് ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസാന്ന് ചോദിച്ചാൽ സെർക്കോസ്പോറ കോഫിക്കോള എന്ന ഫംഗസ് മൂലമാണ് ഈ ബ്രൗൺ ഐ സ്പോട്ട് അല്ലെങ്കിൽ സെർക്കോസ്പോറ ലീഫ് സ്പോട്ട് കോഫിയിലുണ്ടാകുന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് ബെറി ബ്ലോച്ച് എന്നുള്ളതും. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബ്രൗൺ ഐ സ്പോട്ടിൻ്റെ വേറൊരു പേര് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ അത് ബെറി ബ്ലോച്ച് ആണ് അല്ലെങ്കിൽ സെർക്കോസ്പോറ ലീഫ് സ്പോട്ടാണ്. ഇത് ഉണ്ടാകുന്നത് ഏത് ഫംഗസ് മൂലമാണ്? സെർക്കോസ്പോറ കോഫിക്കോള എന്ന ഫംഗസ് മൂലമാണ് കോഫിയിലെ ഡിസീസ് ഉണ്ടാവുന്നത്. ബ്രൗൺ സ്പോട്ട് ഓൺ ഫോളിയേജ് വിച്ച് എൻലാർജസ് ഇൻ ടു ഗ്രേ വൈറ്റ് സെൻറ്റർ. ബ്രൗൺ സ്പോട്ടാണ് ആദ്യം ഉണ്ടാവുന്നത്. അതിനുശേഷം അത് വലുതായിട്ട് ഗ്രേ വൈറ്റ് സെൻറ്റർ ആകുന്നു, സറൗണ്ടഡ് ബൈ യെല്ലോ ഹാലോ. ഇനി അതുപോലെ തന്നെ ബെറീസിലും ബ്രൗൺ സ്പോട്ട്സ് ഉണ്ടാകുന്നു. ബ്ലാക്ക് സങ്കൻ ഏരിയാസും ഉണ്ടാകുന്നു. അതാണ് കോഫിയിൽ കാണുന്ന ബെറി ബ്ലോച്ച് ഡിസീസ് എന്ന് പറയുന്നത്. ഇത് ഫംഗസ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇത് ഫംഗസാണ് സെർക്കോസ്പോറ കോഫിക്കോള എന്ന ഫംഗസ് മൂലമാണ്. അടുത്തത് ബാക്ടീരിയൽ ബ്ലൈറ്റ് ആണ്. ഇത് ഉണ്ടാകുന്നത് ബാക്ടീരിയ സൂഡോമോണസ് സിറിഞ്ച് മൂലമാണ് കോഫിയിൽ ബാക്ടീരിയൽ ബ്ലൈറ്റ് ഉണ്ടാകുന്നത്. വാട്ടർ സോക്ക്ഡ് സ്പോട്ട്സ് വിച്ച് ടേൺസ് ടു ബ്രൗൺ കളർ വിത്ത് യെല്ലോ ഹാലോ. ആദ്യം വാട്ടർ സോക്ക്ഡ് സ്പോട്ട്സ് ആവുന്നു, അത് ബ്രൗൺ കളറായി മാറിയിട്ട് അതിൻ്റെ സറൗണ്ടിങ്ങിൽ യെല്ലോ ഹാലോ ഉണ്ടാകുന്നു. ഷൂ ടിപ്സിലും ലീവ്സിലും നെക്രോസിസ് ഉണ്ടാകുന്നു. ഈ ലീവ്സ് മൊത്തം ബ്ലാക്ക് കളറാകുന്നു, അതിന് ശേഷം പൊഴിഞ്ഞു പോകുന്നു. അതാണ് ബാക്ടീരിയൽ ബ്ലൈറ്റ് ഇൻ കോഫി കോസ്ഡ് ബൈ ബാക്ടീരിയ സൂഡോമോണസ് സിറിഞ്ച്. ഇനി ബാക്കിയുള്ള ഡിസീസ് ബാർക്ക് ഡിസീസ്. ഇത് കോസ് ചെയ്യുന്നത് ഫംഗസ് മൂലമാണ്. ഗിബറെല്ല സ്റ്റിൽബോയിഡ്സ് അല്ലെങ്കിൽ ഫ്യുസാരിയം സ്റ്റിൽബോയിഡ്സ് കൊണ്ടാണ് ബാർക്ക് ഡിസീസ് കോഫിയിലുണ്ടാകുന്നത്. അടുത്ത ഡൈബാക്ക് ആണ്. അസ്കോകൈറ്റ ടാർഡ എന്ന ഫംഗസ് മൂലമാണ് ഇതുണ്ടാകുന്നത്. അടുത്ത ത്രെഡ് ബ്ലൈറ്റ് കൊട്ടീസിയം കൊലറോഗെ എന്ന ഫംഗസ് മൂലമാണ് ഇതുണ്ടാകുന്നത്. അടുത്ത കോളാറൊട്ട് ഗിബറെല്ല സ്റ്റിൽബോയിഡ്സ് അല്ലെങ്കിൽ ഫുസാരിയം സ്റ്റിൽബോയിഡ്സ് എന്ന ഫംഗസ് മൂലമാണ് ഇതും ഉണ്ടാകുന്നത്. അടുത്ത വാട്ടിബെറി ഇതുണ്ടാകുന്നത് ബൊട്രൈറ്റിസ് സിനേറിയ എന്ന ഫംഗസ് മൂലമാണ്. ഏറ്റവും അവസാനത്തത് വിൽറ്റ് ആണ്. ഇതുണ്ടാകുന്നത് ഫംഗസ് സെറാട്ടോ സിസ്റ്റൈറ്റിസ് ഫിംബ്രിയേറ്റ എന്ന ഫംഗസ് മൂലമാണ്. അപ്പം ഇതിലേയും ചിലപ്പോൾ വാട്ടിബെറിയൊക്കെ എടുത്ത് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഫംഗസ് മൂലമാണോ അല്ലെങ്കിൽ വൈറസ് മൂലമാണോ ബാക്ടീരിയ മൂലം ചോദിക്കാം, അല്ലെങ്കിൽ ഏത് പേരാണെന്ന് ചോദിക്കുമ്പം ബൊട്രൈറ്റിസ് സിനറി എന്ന ഫംഗസ് മൂലമാണ്. അടുത്തത് ഇൻസെക്ട് പെസ്റ്റ് ഓഫ് കോഫിയാണ്. കോഫി ബെറി ബോറർ, ഹെയറി കാറ്റർപില്ലർ, മീലി ബഗ്, സ്നെയിൽ ആൻഡ് സ്റ്റെം ബോറർ. ഇതൊക്കെയാണ് കോഫിയുടെ ഇൻസെക്ട് പെസ്റ്റ്. അടുത്തത് ജിഞ്ചറിൻ്റെ ഡിസീസാണ്. ആദ്യത്തേത് ഫൈലോസ്റ്റിക്ട ലീഫ് സ്പോട്ട് കോസ്ഡ് ബൈ ഫൈലോസ്റ്റിക്ട ജിഞ്ചിബെറി. അപ്പോൾ ഫൈലോസ്റ്റിക്ട ലീഫ് സ്പോട്ട് ജിഞ്ചറിലുണ്ടാവുന്നത് ഫൈലോസ്റ്റിക്ട ജിഞ്ചിബെറി മൂലമാണ്. വാട്ടർ സോക്ക്ഡ് സ്പോട്ട്സ് വിച്ച് ടേൺസ് ഇൻ ടു വൈറ്റ് സ്പോട്ട്. ആദ്യം വാട്ടർ സോക്ക്ഡ് സ്പോട്ട്സ് ആയിരിക്കും, ഇത് വൈറ്റ് സ്പോട്ടായിട്ട് മാറുന്നു. സറൗണ്ടഡ് ബൈ ഡാർക്ക് മാർജിൻസ് ആൻഡ് യെല്ലോ ഹാലോ. അത് സറൗണ്ട് ചെയ്യുന്നത് ഡാർക്ക് മാർജിൻ അല്ലെങ്കിൽ യെല്ലോ ഹാലോ കൊണ്ടായിരിക്കും. അതാണ് ഫൈലോസ്റ്റിക്ട ലീഫ് സ്പോട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഷീത്ത് ബ്ലൈറ്റ് അല്ലെങ്കിൽ ലീഫ് ബ്ലൈറ്റ്. സ്മോൾ എലിപ്സോയിഡ് ഓർ ഓവോയിഡ് ഷേപ്ഡ് ലെഷൻസ് വിച്ച് ഈസ് ഗ്രേ കളർ ഓൺ ഷീത്ത് ആൻഡ് ലീഫ് ബ്ലേഡ്സ്. സ്മോൾ എലിപ്സോയിഡ് അല്ലെങ്കിൽ ഓവോയിഡ് ഷേപ്ഡ് ലെഷൻസ് ഉണ്ടാകുന്നു, അത് ഗ്രേ കളറായിരിക്കും. അത് കാണപ്പെടുന്നത് ഷീത്തിലും ലീഫ് ബ്ലേഡ്സിലും ആയിരിക്കും. ഇറ്റ് ടേൺസ് ഇൻ ടു ലാർജ് സ്പോട്ട് ആൻഡ് ലെഡ്സ് ടു ഡെത്ത് ഓഫ് ലീഫ്. ഇത് പിന്നീട് വലിയ സ്പോട്ടാകുന്നു, അതിനുശേഷം ആ ഇലകൾ തന്നെ നശിച്ചു പോകുന്നു. അതാണ് ഷീത്ത് ബ്ലൈറ്റ് അല്ലെങ്കിൽ ലീഫ് ബ്ലൈറ്റ് ജിഞ്ചറിൽ കാണപ്പെടുന്നത്. അടുത്തത് സോഫ്റ്റ് റൊട്ടാണ്. ഇതുണ്ടാവുന്നത്
ഫംഗസ് മൂലമാണ്, പൈത്യം എന്ന ഫംഗസ് മൂലമാണ് ഇതുണ്ടാവുന്നത്. സ്യൂഡോസ്റ്റെമ്മിൽ വാട്ടർ സോക്ഡ് സ്പോട്ട്സ് ഉണ്ടാകുന്നു. ഇത് റൈസോമിലേക്ക് സ്പ്രെഡ് ചെയ്തതിനു ശേഷം അത് പിന്നീട് ചീയുന്നു. യെല്ലോയിങ് ഓഫ് ലീവ്സ്, ഡ്രൂപ്പിംഗ് ആൻഡ് ഡ്രൈയിങ് ഓഫ് സ്യൂഡോസ്റ്റം, ഇലകളെല്ലാം മഞ്ഞ കളറാകുന്നു. സ്യൂഡോസ്റ്റം അതുകൊണ്ട് തന്നെ ഡ്രൂപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്യൂഡോസ്റ്റം ഡ്രൈ ആകുന്നു. ഇതൊക്കെയാണ് സോഫ്റ്റ് റോട്ടിൻ്റെ സിംറ്റംസ്. ഇത് ഉണ്ടാകുന്നത് ഫംഗസ് മൂലമാണ്. ഇത് ഫംഗസാണ്, പൈത്യം എന്ന ഫംഗസ് മൂലമാണ് ജിഞ്ചറിൽ സോഫ്റ്റ് റോട്ട് ഉണ്ടാകുന്നത്. അടുത്തത് ക്ലോറോട്ടിക് ഫ്ലെക്ക്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ജിഞ്ചർ ക്ലോറോട്ടിക് ഫ്ലെക്ക് വൈറസ്. ക്ലോറോട്ടിക് ഫ്ലെക്ക് ജിഞ്ചറിലുണ്ടാകുന്നത് വൈറസ് മൂലമാണ്, ജിഞ്ചർ ക്ലോറോട്ടിക് ഫ്ലെക്ക് വൈറസ് മൂലമാണ്. ഈ ഇലകളിൽ കാണുന്നു വിച്ച് ആർ പാരലൽ ടു ദ വെയിൻസ്. ഇലകളിലാണ് ഈ ക്ലോറോട്ടിക് ഫ്ലെക്സ്. ക്ലോറോട്ടിക് ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞക്കളുള്ള പാച്ചസ് ആണ്. ഇത് ഇലകളിൽ കാണുന്നു, ഇത് വെയിൻസിന് പാരലായിരിക്കും. അതാണ് ക്ലോറോട്ടിക് ഫ്ലെക്ക്. ഇത് വൈറസ് മൂലമാണ് ജിഞ്ചറിലുണ്ടാവുന്നത്. ബാക്കിയുള്ള ഡിസീസസ് ഫ്യുസാരിയം യെല്ലോസ് അല്ലെങ്കിൽ യെല്ലോ ഡിസീസ്. ഇതുണ്ടാകുന്നത് ഫംഗസ് ഫ്യുസാരിയം ഓക്സിസ്പോറം മൂലമാണ്. അടുത്തത് ബാക്ടീരിയൽ വിൽറ്റാണ്, റൈസോക്ടോണിയ സൊളനാസീരിയം എന്ന ബാക്ടീരിയ മൂലമാണ് ഇതുണ്ടാകുന്നത്. അടുത്ത ഡ്രൈ റൊട്ടാണ്, ഫ്യുസാരിയം എന്ന ഫംഗസ് മൂലമോ അല്ലെങ്കിൽ പ്രാറ്റിലെങ്കസ് എന്ന നെമറ്റോഡ് മൂലവും ഈ ഡ്രൈ റൊട്ട് ജിഞ്ചറിൽ ഉണ്ടാകുന്നു. ഇൻസെക്ട് പെസ്റ്റ് ചൈനീസ് റോസ് ബീറ്റിൽ, റൂട്ട് നോട്ട് നെമറ്റോഡ്, ബറോയിങ് നെമറ്റോഡ്, ഷൂട്ട് ബോറർ, റൈസോം ഫ്ലൈ, വൈറ്റ് ക്രബ്സ് ആൻഡ് ലീഫ് റോളർ. ഇത്രയാണ് ജിഞ്ചറിൻ്റെ ഇൻസെക്ട് പെസ്റ്റ്. അടുത്തത് കാർഡമമാണ്. നോക്കാം ഏതൊക്കെയാണ് ഡിസീസസ്. കറ്റെ ഡിസീസ് അല്ലെങ്കിൽ മൊസൈക്ക് ഡിസീസ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിഫറെൻറ്റ് നെയിംസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാർബിൾ ഡിസീസ്. അപ്പം വേറെ വേറെ പേര് ചോദിക്കാം. കറ്റെ ഡിസീസിൻ്റെ വേറൊരു പേരെന്താണെന്ന് ചോദിക്കാം, അത് മൊസൈക്ക് ഡിസീസാണ്. അല്ലെങ്കിൽ വേറൊരു പേരെന്താണെന്ന് ചോദിക്കാം, മാർബിൾ ഡിസീസാണ്. ഇതെല്ലാം ഒരു ഡിസീസിൻ്റെ പേരാണ്. ഇതുണ്ടാകുന്നത് ഒരു വൈറസ് മൂലമാണ്, കാർഡമം മൊസൈക്ക് വൈറസ് മൂലമാണ് ഈ കറ്റെ ഡിസീസ് അല്ലെങ്കിൽ മൊസൈക്ക് ഡിസീസ് അല്ലെങ്കിൽ മാർബിൾ ഡിസീസ് ഏലക്കായിൽ ഉണ്ടാകുന്നത്. ട്രാൻസ്മിറ്റഡ് ബൈ ബനാന അഫിഡ്സ്. ഇതിന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബനാന അഫിഡ്സ് വഴിയാണ്. ക്ലോറോട്ടിക് ഫ്ലെക്സ് വിച്ച് ഡെവലപ്സ് ഇൻ ടു പെയിൽ ഗ്രീൻ സ്ട്രൈപ്സ്. ക്ലോറോട്ടിക് ഫ്ലെക്സ് കാണപ്പെടുന്നു, അതിനുശേഷം ഇത് പെയിൽ ഗ്രീൻ സ്ട്രൈപ്സ് ആയിട്ട് മാറുന്നു. ഇത് വെയിൻസിന് പാരലായിരിക്കും, ഇത് ടില്ലേഴ്സിലേക്കും സ്പ്രെഡ് ആകുന്നു. അപ്പോൾ കറ്റെ ഡിസീസ് അല്ലെങ്കിൽ മൊസൈക്ക് ഡിസീസ് അല്ലെങ്കിൽ മാർബിൾ ഡിസീസ് എന്തുമൂലമാണ് ഉണ്ടാകുന്നത്? കാർഡമത്തിൽ മൊസൈക്ക് വൈറസ് കൊണ്ടാണ്. കാർഡമം മൊസൈക്ക് വൈറസ് മൂലമാണ്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബനാന അഫിഡ്സ് ആണ്. ക്ലോറോട്ടിക് ഫ്ലെക്സ് ഉണ്ട്, അത് പെയിൽ ഗ്രീൻ സ്ട്രൈപ്സ് ആയിട്ട് മാറുന്നു. ഇത് വെയിൻസിന് പാരലായിരിക്കും, ഇത് ടില്ലേഴ്സിലേക്കും സ്പ്രെഡ് ആകുന്നു. അടുത്തത് അഴുകൽ ഡിസീസ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ റൊട്ട്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഊമൈസൈഡ് ഫൈറ്റോഫ്തോറ. ഫൈറ്റോഫ്തോറ മൂലമാണ്, ഊമൈസൈഡ് ഫൈറ്റോഫ്തോറ മൂലമാണ് കാർഡമത്തിൽ ഈ ക്യാപ്സ്യൂൾ റൊട്ട് അല്ലെങ്കിൽ അഴുകൽ ഡിസീസ് ഉണ്ടാകുന്നത്. വാട്ടർ സർക്കുലേഷൻസ് ഓൺ ലീവ്സ്. ഇലകളിൽ വാട്ടർ സർക്കുലേഷൻസ് ഉണ്ടാകുന്നു. ക്യാപ്സ്യൂൾസ് റോട്ട് വിത്ത് എ ഫൗൾ സ്മെൽ ആൻഡ് ഫോൾ ഓഫ് ഫ്രം ദ പ്ലാന്റ്. ക്യാപ്സ്യൂൾസ് അളിയുന്നു, അതുപോലെ തന്നെ ഫൗൾ സ്മെല്ലുണ്ടാകുന്നു. അതിനുശേഷം ഇത് പ്ലാന്റിൽ നിന്നും പൊഴിഞ്ഞു പോകുന്നു. അതാണ് അഴുകൽ ഡിസീസ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ റൊട്ട് എന്ന് പറയുന്നത്. ഇതുണ്ടാകുന്നത് ഊമൈസൈറ്റ് മൂലമാണ്. ഏത് ഊമൈസൈറ്റാണ്? ഫൈറ്റോഫ്തോറ എന്ന ഊമൈസൈറ്റ് മൂലമാണ് ഈ അഴുകൽ ഡിസീസ് ഏലക്കായിൽ ഉണ്ടാകുന്നത്. അടുത്തത് കൊക്കെ കൊണ്ടു അല്ലെങ്കിൽ കാർഡമം വെയിൻ ക്ലിയറിംഗ്. കോസ്ഡ് ബൈ കാർഡമം വെയിൻ ക്ലിയറിംഗ് വൈറസ്. ഈ കൊക്കെ കൊണ്ട് ഉണ്ടാവുന്നത് വൈറസ് മൂലമാണ്. ഏത് വൈറസാണ്? കാർഡമം വെയിൻ ക്ലിയറിംഗ് വൈറസ് മൂലമാണ് ഇത് ഉണ്ടാവുന്നത്. ഹുക്ക് ലൈക്ക് ടില്ലർ, അതാണ് അതിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. പേരും അതുകൊണ്ടാണ് കൊക്കെ കൊണ്ടു എന്ന് വീണ്ടിരിക്കുന്നത്, ഹുക്ക് ലൈക്ക് ടില്ലർ ആയതുകൊണ്ട്. ഇൻ്റർവെയിൻ ക്ലിയറിംഗ് ആയിരിക്കും. സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിരിക്കും. ലീഫ് ഷീത്ത് ലൂസനിങ് ആകുന്നു. ഷ്രെഡിങ് ഓഫ് ലീവ്സ് ആൻഡ് മോട്ട്ലിങ് ഓൺ സ്റ്റെമ്മിലൊക്കെ പാച്ചസ് ഉണ്ടാകുന്നു, യെല്ലോ കളർഡ്. അതിന് ലീവ്സ് ഷ്രെഡ് ആകുന്നു, ഫ്രൂട്ട്സ് ക്രാക്ക് ആകുന്നു. അതാണ് കൊക്കെ കൊണ്ടു അല്ലെങ്കിൽ കാർഡമം വെയിൻ ക്ലിയറിംഗ് എന്നുള്ള അസുഖം. ഇതുണ്ടാകുന്നത് വൈറസ് മൂലമാണ്. മെയിൻ സിംറ്റം ഹുക്ക് ലൈക്ക് ടില്ലറാണ്. അടുത്ത ഡാമ്പിംഗ് ഓഫ് ആണ്. ഡാമ്പിംഗ് ഓഫ് ഈസ് കോസ്ഡ് ബൈ ഫംഗസ് പൈത്യം വെക്സാൻസ് അല്ലെങ്കിൽ റൈസോക്ടോണിയ സൊളാനി. അപ്പം ഏലക്കയിൽ ഉണ്ടാകുന്ന ഡാമ്പിംഗ് ഓഫ് ഫംഗസ് മൂലമാണ്. ഏത് ഫംഗസൊക്കെയാണ്? പൈത്യം വെക്സാൻസ് അല്ലെങ്കിൽ റൈസോക്ടോണിയ സൊളാനി മൂലമാണ്. പെയിൽ ലീവ്സ് ആൻഡ് യെല്ലോയിങ് ഓഫ് പ്ലാന്റ്. പെയിൽ ലീവ്സും അതുകൊണ്ട് തന്നെ പ്ലാന്റ് മൊത്തത്തിൽ തന്നെ മഞ്ഞ നിറമാകുന്നു. ഡിസ്കളറേഷൻ ആൻഡ് ഡീക്കേ ഓഫ് റൈസോം. ഡിസ്കളറേഷൻ ഉണ്ടാകുന്നു,
അതുകൊണ്ട് തന്നെ റൈസോം നശിച്ചു പോകുന്നു. ഇനി ഇൻസെക്ട് പെസ്റ്റ് ഓഫ് കാർഡമം, ഹെയറി കാറ്റർപില്ലർ, ഷൂട്ട് പാനിക്കിൾ ആൻഡ് ക്യാപ്സ്യൂൾ ബോറർ, വൈറ്റ് ഗ്രബ്, വൈറ്റ് ഫ്ലൈ, ഷൂട്ട് ഫ്ലൈ, ത്രിപ്സ് ആൻഡ് ബീറ്റിൽ ബോറർ. ഇത്രയാണ് ഇൻസെക്ട് പെസ്റ്റ് ഓഫ് കാർഡമം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.